നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ലോണും താങ്ങുവിലയും കിട്ടാൻ ഇനി അഗ്രിസ്റ്റാക്ക് നിർബന്ധം. പാട്ടകൃഷിക്കാർ എന്ത് ചെയ്യും? കാർഷിക വായ്പ, താങ്ങുവില വിതരണം എന്നിവയെല്ലാം മാസങ്ങൾക്കുള്ളിൽ അഗ്രിസ്റ്റാക്ക് എന്ന ഒറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി മാറ്റാൻ കേന്ദ്രം. പ്രധാനമന്ത്രി കൃഷി സമ്മാൻ ലഭിക്കാനും ഇത് നിർബന്ധമാക്കിയിരുന്നു. കേരളത്തിൽ 22 ലക്ഷം പേർ ഇതിനോടകം രജിസ്റ്റർ ചെയ്തു. സബ്സിഡിയോടുള്ള സ്വർണ്ണപ്പണയ കാർഷിക വായ്പ, നാമമാത്ര പലിശയുള്ള മറ്റ് കാർഷിക വായ്പകൾ, താങ്ങുവില, സംഭരണം, വിള ഇൻഷുറൻസ് എന്നിവയെല്ലാം കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക പങ്കാളിത്തമുള്ളവയാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം അഗ്രിസ്റ്റാക്ക് വിവരങ്ങളാണ് ഇനി അടിസ്ഥാനം. സമാനമായ സേവനങ്ങൾ നൽകുന്ന കതിർ, എയിംസ് എന്നീ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ കേരള കൃഷി വകുപ്പിനുണ്ട്. കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തമുള്ള കാര്യങ്ങളിൽ ഇവിടുത്തെ കൃഷിക്കാർ സംസ്ഥാന പ്ലാറ്റ്ഫോമുകളിലേക്ക് വിവരം നൽകേണ്ടതുണ്ടോ, അതോ അഗ്രിസ്റ്റാക്കിനെ മാത്രം ആശ്രയിച്ചാൽ മതിയോ എന്ന് സംസ്ഥാനം വ്യക്തമാക്കിയിട്ടില്ല. എയിംസിലെ വിവരങ്ങൾ അഗ്രിസ്റ്റാക്കിന് ആദ്യഘട്ടത്തിൽ കേരളം കൈമാറിയിരുന്നു. ഈ സീസണോടെ രാജ്യത്തെ 604 ജില്ലകളിലെ 30 കോടി കാർഷിക ഭൂമി പ്ലോട്ടുകൾ അഗ്രിസ്റ്റാക്കിന് കീഴിലാക്കാനാണ് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ ലക്ഷ്യം. ഡിജിറ്റൽ സർവീസ് കേന്ദ്രങ്ങൾ വഴി സ്വന്തം കൃഷിഭൂമിയുടെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാം. സംസ്ഥാനങ്ങൾ റവന്യൂ വകുപ്പ് സഹായത്തോടെ കർഷകൻ്റെ ഭൂമിയുടെ അളവ്, വിളവ്, അതിര് തുടങ്ങിയ വിവരങ്ങൾ സമാഹരിച്ച് അഗ്രിസ്റ്റാക്കിലേക്ക് നൽകും. കർഷകൻ്റെ അടിസ്ഥാന വിവരങ്ങൾ രാജ്യത്ത് ഒറ്റ ഡേറ്റയായി മാറും. തിരിച്ചറിയൽ നമ്പരും കിട്ടും. പിന്നീട് ഓരോ ആവശ്യത്തിനും ഭൂവിവരങ്ങളും വ്യക്തിവിവരങ്ങളും കൃഷിക്കാർ നൽകേണ്ടതില്ല. അപേക്ഷ ഓൺലൈനായി കൊടുത്താൽ മതി. കർഷക രജിസ്ട്രി കേന്ദ്ര സർക്കാർ റിസർവ് ബാങ്കിൻ്റെ യൂണിഫൈഡ് ലെൻഡിംഗ് ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഏത് ബാങ്കിലും കർഷകൻ്റെ ഭൂവിവരം അടക്കം ഇതോടെ ലഭ്യമാകും. പരിമിതികളും സാധ്യതകളും. കാർഷിക വായ്പകൾ കർഷകരല്ലാത്തവർ ദുരുപയോഗം ചെയ്യുന്നത് ഒഴിവാകും. എന്നാൽ കാർഷിക കാര്യങ്ങൾക്കല്ലാതെ ചെറുകിട വ്യക്തിഗത ആവശ്യങ്ങൾ നിറവേറ്റാനും കാർഷിക വായ്പ എടുക്കുന്ന കർഷകരുമുണ്ട്. ഭൂമി വിശകലനം ചെയ്ത് കൃഷിക്കാണോ എന്ന് പരിശോധിച്ചാൽ ഇത് നടക്കാതെ വരും. കാർഷിക സ്വർണ്ണപ്പണയ വായ്പകൾക്ക് നിലവിലുള്ള നിയന്ത്രണം കൂടുതൽ ശക്തമാകും. നെല്ല് സംഭരണത്തിലും മറ്റും മറ്റൊരാളിൻ്റെ വയലിൻ്റെ വിവരം കൂടി നൽകി അധിക സഹായം നേടുന്ന ചില തട്ടിപ്പുകൾ സംസ്ഥാന വിജിലൻസ് കണ്ടെത്തിയിരുന്നു. അവ ഒഴിവാകും. ഓരോ വ്യക്തിയുടെ പ്ലോട്ടും ഡിജിറ്റലായി വേർതിരിച്ച നിലയിലാണ് പ്ലാറ്റ്ഫോമിൽ സൂക്ഷിക്കുക. സംഭരിച്ച ധാന്യമാണോ സംസ്കരിച്ച് വിതരണത്തിന് നൽകിയതെന്ന് അറിയാം. പാട്ടകൃഷി ചെയ്യുന്നവർക്ക് ആശങ്ക. അവർക്ക് ഭൂ ഉടമയുടെ ഭൂവിവരം നൽകി രജിസ്റ്റർ ചെയ്യാമോ എന്നതിൽ ആശയക്കുഴപ്പം.